നമസ്കാരം. 70 വയസ്സ് വരെയുള്ളവർക്ക് 25 ലക്ഷം രൂപ ഇൻസ്റ്റന്റ് ആയിട്ട് പേഴ്സണൽ ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള NBFC നിങ്ങളെ സഹായിക്കും. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്താൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും അവിടെ ഒരുപാട് ഓൺലൈൻ ജോലികൾ, ഓൺലൈൻ ബിസിനസ്, ലോണുകൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. ഓരോ മണിക്കൂർ ഇടവിട്ട് കണ്ടന്റുകൾ വരുന്നുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ലിങ്ക് അയച്ചു കൊടുത്ത് അവരെയും കൂടി ജോയിൻ ചെയ്യിപ്പിക്കുക. ഫ്രീ ആണ്. ഓൺലൈനിലൂടെയുള്ള ലോൺ കുറച്ച് റിസ്ക് ആണ്, പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോകളൊന്നും അത്ര വലിയ റിസ്ക് അല്ല. കാരണം എല്ലാം ബാങ്കുകളുടെ ലോണുകളാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഇൻസ്റ്റന്റ് ലോൺ ആപ്ലിക്കേഷൻസ് വന്നിറങ്ങിയതിന് ശേഷം ബാങ്കുകളുടെ കച്ചവടം കൂട്ടിപ്പോയി. അതോടുകൂടി ബാങ്കുകളെല്ലാവരും ഇപ്പോൾ പലതരത്തിലുള്ള ഇൻസ്റ്റാ ലോൺ, KB ലോൺ, എക്സ്പ്രസ് ലോൺ അങ്ങനെയുള്ള പല പേരിൽ പേഴ്സണൽ ലോണുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവർക്കും തുരുതുരാ ലോൺ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ പൈസ കിട്ടുള്ളൂ. ചില സമയത്ത് 5 ലക്ഷം 10 ലക്ഷം ഒക്കെ കിട്ടും. അതൊക്കെ നിങ്ങളുടെ ലെക്ക് പോലെ ഇരിക്കും. ഡോക്യുമെൻ്റ് ഒക്കെ കൃത്യമാണെങ്കിൽ, സിബിൽ സ്കോർ ഒക്കെ കൃത്യമാണെങ്കിൽ, ജോലിയൊക്കെ കൃത്യമായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ തിരിച്ചടക്കാനുള്ള കഴിവൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലോൺ കിട്ടും. അതിൽ ഒരു സംശയമില്ല. വേണ്ട. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ബാങ്കിന്റെ പേരാണ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാർ പേഴ്സണൽ ലോണാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ലോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഹൈലൈറ്റ് എന്ന് പറയുന്നത് 70 വയസ്സ് വരെയുള്ളവർക്ക് കിട്ടും. എല്ലാ ബാങ്കുകളും ഈ 60 വയസ്സിലൊക്കെ ലിമിറ്റ് ചെയ്തിരിക്കുക. കാരണം അവസാന കാലഘട്ടങ്ങളിൽ എങ്ങനെ എവിടെ നിന്ന് തിരിച്ചടക്കും? 60 വയസ്സ് വരെയുള്ളവർ മാത്രമേ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളൂ എന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ ഇനി മുതൽ 70 വയസ്സുള്ളവരും യങ്സ്റ്റേഴ്സ് ആണ്. അവർക്കും കിട്ടും ലോൺ 25 ലക്ഷം വരെ. എങ്ങനെയൊക്കെ കിട്ടും എന്നാണ് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത്. EMI 1105 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പെർ ലാക്കിന് 1,01,105. 10 ലക്ഷം എടുത്താൽ 11,000 രൂപ, 20 ലക്ഷം രൂപ എടുത്താൽ 22,000 രൂപ. അങ്ങനെയാണ് റേറ്റ്. പെർ ലാക്കിന് 1,105 രൂപയാണ് EMI സ്റ്റാർട്ട് ചെയ്യുന്നത്. മാക്സിമം കോണ്ടം അപ് ടു 36 ടൈംസ് ഓഫ് ദ ഗ്രോസ് മന്ത്ലി സാലറി. അത് നിങ്ങളുടെ ഗ്രോസ് മന്ത്ലി സാലറിയുടെ 36 ടൈംസ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോൺ കിട്ടും. അതാണ് പറയുന്നത്. മാക്സിമം റീപേയ്മെന്റ് ടെന്നറുണ്ട് 84 മാസം വരെ കാലാവധി. പൊതുവെ 64 മാസമാണ് കൊടുക്കുന്നത്. വീണ്ടും കൊടുത്തു 12 മാസം, 7 കൊല്ലം വരെ നമുക്ക് കാലാവധി നമുക്ക് കിട്ടും. അട്രാക്റ്റീവ് ഓഫേഴ്സ് ഫോർ ഡോക്ടേഴ്സ്, ഗവൺമെന്റ് എംപ്ലോയീസ്, PSU എംപ്ലോയീസ് ഒക്കെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വേറെയും കുറേ ഓഫറുകൾ കിട്ടും. സാലറി അക്കൗണ്ട് ഹോൾഡേഴ്സിനും കിട്ടും. അപ്രൂവ്ഡ് സ്കീംസ് വിത്ത് ടൈ അപ്പ് അറേഞ്ച്മെന്റ്സ് ആൻഡ് ക്വിക്ക് ഡിസ്ബേഴ്സൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. മിനിമം 10.85 പെർ ഇയറിൽ ഇൻട്രസ്റ്റ് വരുന്നത്. നോ ഹിഡൻ ചാർജസ്, വേറെ ചാർജസ് കാര്യങ്ങളൊന്നുമില്ല. പ്രീപേയ്മെന്റ്, പെനാൽറ്റി അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഒരു ടെൻഷനും ഇല്ല, റിസ്ക്കും ഇല്ല. വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ബാങ്ക്. എലിജിബിലിറ്റി നോക്കാം. സാലറീഡ് പേഴ്സൺസ് ആർക്കും കിട്ടും. സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്കും കിട്ടും. പ്രൊഫഷണൽസ് ആയ ആൾക്കാർക്കും കിട്ടും. നോട്ട് ഇൻഡിവിജ്വൽ ട്രസ്റ്റ് ഈസ് നോട്ട് എലിജിബിൾ അണ്ടർ ദ സ്കീം. അതായത് ഇൻഡിവിജ്വൽ അല്ലാത്ത ചില ട്രസ്റ്റുകളുണ്ട്, അവർക്കൊന്നും കിട്ടില്ല. അതുപോലെ ഗ്രൂപ്പ് ഓഫ് പെർമനന്റ് ആൻഡ് കൺഫേംഡ് പെർമനന്റ് എംപ്ലോയീസ് അവർക്ക് കിട്ടും. ദെൻ മാക്സിമം 70 ഇയേഴ്സ് വരെയുള്ളവർക്ക് കിട്ടും. ഇതുകൊണ്ടാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ മാക്സിമം ലോൺ എമൗണ്ടിനെ കുറിച്ച് നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് പേഴ്സൺ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്ത് നിങ്ങളുടെ എലിജിബിലിറ്റി മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞു 10.85. ബേസ്ഡ് ഓൺ സിബിൽ സ്കോർ നോക്കിയിട്ടാണ് ഇവർ കാര്യങ്ങളൊക്കെ തരുന്നത്. താഴെ പോയി കഴിഞ്ഞാൽ ROI കാൽക്കുലേറ്റഡ് ഓൺ ദ ഡെയിലി റെഡ്യൂസിംഗ് ബാലൻസ് ബേസ് ചെയ്ത് PPC ഇൻഡിവിജ്വൽസ് ഓൺ ടൈം 2% ലോൺ എമൗണ്ട് ഒക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ലോണുമായി ബന്ധപ്പെട്ട. ദെൻ ഡോക്യുമെന്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അതായത് ID പ്രൂഫ് ആണ്. ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID ഇതിലേതും കുറഞ്ഞ് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി. അതിലും നിങ്ങൾക്ക് ആധാർ കാർഡോ പാൻ കാർഡോ ലേറ്റസ്റ്റ് ബില്ലോ ഇലക്ട്രിസിറ്റി ബില്ലോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതിയോ. പ്രൂഫ് ഓഫ് ഇൻകം 6 മാസം സാലറിന്റെ സ്ലിപ്പ് കൊടുക്കുക. അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്തതിന്റെ ITR ഫോം 16 കൊടുക്കുക. സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ 3 വർഷത്തെ ITR ആവശ്യമുണ്ട്. CA സർട്ടിഫൈഡ് കമ്പ്യൂട്ടേഷൻ ആൻഡ് ഇൻകം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമാണ് സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ലോൺ എമൗണ്ട് അടിച്ചോളൂ, കാൽക്കുലേറ്റ് ചെയ്തോളൂ. ദെൻ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം തൊട്ട് ബാക്കിലേക്ക് ഇവിടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അതിന് തൊട്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ബട്ടൺ അത് ക്ലിക്ക് ചെയ്യുക. അപ്ലൈ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾ എത്തിപ്പെടും അപ്ലൈ ചെയ്യാനുള്ള ഒരു ഏരിയയിലേക്ക്. അവിടെ ട്രാക്ക് സ്റ്റാറ്റസ്, EMI കാൽക്കുലേറ്റർ, ലോൺ എലിജിബിലിറ്റി കാൽക്കുലേറ്റർ എല്ലാ കാര്യം മനസ്സിലാവും. ദെൻ വീണ്ടും അപ്ലൈ നൗ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതിയൊരു പേജിലേക്ക് പോകും. അവിടെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പേര്, ഇമെയിൽ ID, അതുപോലെ ഫോൺ നമ്പർ, ലാസ്റ്റ് നെയിം, പ്രോഡക്റ്റിന്റെ കാറ്റഗറി, സബ് പ്രോഡക്റ്റ്, ദെൻ ലോണിന്റെ എമൗണ്ട്, എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആണോ അല്ലയോ, സ്റ്റേറ്റ്, സിറ്റീസ്, ഡിസ്ട്രിക്ട്, ബ്രാഞ്ച് എല്ലാ കാര്യങ്ങളും അടിച്ചിട്ട് ഒരു ക്യാപ്ച കൂടി ടൈപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു പരിപാടി. അവിടെ നേരെ അവിടെ എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ഒരു കോൾ ബാക്ക് വരും. നിങ്ങൾ അപ്രൂവ്ഡ് ആണ്, ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ അപ്രൂവ്ഡ് ആണെന്ന് പറഞ്ഞ് വരും. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ബാങ്കിൽ പോവുക. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ക്യാഷ് അക്കൗണ്ടിലേക്ക് വാങ്ങിക്കുക, എൻജോയ് ചെയ്യുക, ബാക്കി ആവശ്യങ്ങളൊക്കെ നടത്തുക. എന്തായാലും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. കാരണം പല തവണ പണം ചോദിച്ച് നിങ്ങളുടെ കൈ നീട്ടിയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. ഇനി അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല. വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക വാട്സാപ്പിലേക്ക്. ഓക്കെ, വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. ഇതുപോലെ കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.